എന്തോ ഹാഫിന് 10th-ലല്ലേ? യെസ്. എനിക്ക് തോന്നുന്നു ഇവിടെ ആകെ ഈ ഒരു ബാച്ചിൽ കിട്ടിയ ഒരേ ഒരു SSLC ആണ്. നമ്മൾ വിചാരിക്കും SLC എത്തുമ്പോൾ 10ാം ക്ലാസ് ആണ് ഏറ്റവും വലിയ ടഫാണെന്ന്. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ അങ്ങോട്ട് അതിനിടയിൽ നമ്മുടെ പാട്ടും അല്ലേ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകണം. എല്ലാം വളരെ പ്രൊഫഷണലിസത്തോടു കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഹാഫ്ന എന്നാണ് അല്ലേ? കുഴപ്പമില്ല. നമ്മളിപ്പോ പുണ്യമക്കയെ കുറിച്ച് പാടാൻ എത്തിയിരിക്കുകയാണ്. ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ അഷ്റഫ് കാസർഗോഡ് രചിച്ച് സ്വാതി വിജയൻ സംഗീതം ചെയ്ത് അഷ്റഫ് പയ്യന്നൂർ പാടിയ മക്ക മദീന ഞാൻ ഓർത്തുപോയി എന്ന് പറയുന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. അപ്പൊ ഹഫ്ന നന്നായിട്ട് പാടൂ. ഈ സ്വാതി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം പട്ടുറുമാൽ ഫാമിലി മെമ്പർ തന്നെയാണ്. ഗിറ്റാറിൽ കുറേ കാലങ്ങളോടെ നമ്മുടെ കൂടെ ഈ ഒരു ട്രാവലിന്റെ ഭാഗമായിട്ടുള്ള ഒരാളായിരുന്നു, ഒരു സംഗീതജ്ഞനാണ്. അപ്പൊ നന്നായിട്ട് പാടൂ. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു.
ഹഫ്ന, എന്തോ ഞാൻ ഹഫ്നയുടെ പാട്ട് കഴിഞ്ഞിട്ട് നേരെ കമന്റ്സ് ചോദിക്കാണ്. ഞാനിങ്ങനെ മനസ്സിൽ കുറച്ച് കമന്റ്സ് ഒക്കെ വിചാരിച്ചു, അവരിങ്ങനെയൊക്കെ പറയുമായിരിക്കും. അത് പറയുമോന്ന് നമുക്ക് നോക്കാം. ശബ്ദം ഹഫ്ന എന്തോ അടിപൊളിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു. സൂപ്പർബായിരുന്നു. ക്ലീൻ ആയിരുന്നു മോളെ. എനിക്ക് പിന്നെ ശ്രുതിയുടെ ഇത്തിരി സാധാരണ മോൾക്ക് വരാത്ത ഒരു കാര്യമാണ്. അതായത് ഫസ്റ്റ് പല്ലവിയിൽ ഒരു കിളി ഞാനാവാൻ കൊതിച്ചുപോയി എന്നുള്ള ആ കോ എന്നുള്ള ലെറ്റർ, അത് തുടങ്ങുമ്പോൾ ആ നോട്ടിൽ ആ ശ്രുതി ഒന്ന് ഫ്ലാറ്റായി പോകുന്നുണ്ട്. അങ്ങനെ 1-2 സ്ഥലത്തിന് നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് അനുപല്ലവിയിലെ ഹമ്മിങ് അതും ഒന്ന് അൺസ്റ്റേബിൾ ആയിപ്പോയി. പക്ഷേ സെക്കൻഡ് വൺ വാസ് അമേസിങ്. താങ്ക് യു. അങ്ങനെ അതായത് ലൈവിൽ വന്നപ്പോൾ ഉള്ള ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ശ്രുതി ഒന്ന് ശ്രദ്ധിച്ചോ മോളെ, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ശബ്ദം. അൻവർക്ക, അഫ്രക്കുട്ടി ഇപ്പോൾ പാടിയത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പാടിയതുണ്ടായിരിക്കാം ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഒരു ഫീൽ ചെയ്ത് പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ അനുപലവിലെ സംസം കിണറിൽ നിന്ന് കഴിഞ്ഞ് വരുന്ന ഹൈ ആണ് അല്ലേ, ഹമ്മിങ്. അപ്പോൾ ഹൈയിൽ പോകുമ്പോൾ നമ്മളൊന്നും നോക്കില്ല, വലിച്ച് തുറന്നങ്ങ് പാടും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് മാറി ഒന്ന് സഞ്ചരിക്കും, ചെറുങ്ങനെ ഒന്നൊരു ടെൻഡൻസി. ആ ഒരു ശ്രുതി ഔട്ടാണ്, അല്ലാതെ ഒരു പക്കാ ശ്രുതി ഔട്ട് എന്ന് പറയാനില്ല. എന്നാലും അതൊരു പ്രശ്നം തന്നെയാണ്. നല്ലൊരു പാട്ടാണ് നമ്മളെ അഷ്റഫക്കയുടെ പാട്ട്. നമ്മൾ ഒരുമിച്ച് കുറേ വേദികൾ പാടിയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് സുന്ദരൻ, നല്ലൊരു മെലഡി ഇവിടെ കൊണ്ടുവന്നില്ലേ, നല്ല പാട്ട്, നന്നായിരുന്നു മക്കളെ. താങ്ക് യു.